ഞങ്ങളിപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് ഈ മന്ത് എൻഡിൽ വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ചടങ്ങാണ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ലോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാൻ വിളിച്ചിട്ട് നമുക്ക് സാധനമൊക്കെ ആൾക്കാർ പറക്കി വെച്ച് തരത്തൊന്നുമില്ല. നമ്മളിവിടെ സർവീസ് എടുക്കണം, അപ്പോൾ നല്ല ചാർജാണ്. പിന്നെ ഇവിടെ വണ്ടി വിളിക്കാനാണേലും അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് ആവും. അപ്പോൾ ഷിഫ്റ്റിംഗ് സത്യത്തിൽ ഇവിടെ ഒരു തലവേദന തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ മാസം 30-ാം തീയതി ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ ഞങ്ങൾ ഷെയർ അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ വീടെടുത്ത് തന്നെയാണ് മാറുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിൽ 1 ലക്ഷത്തിന് മേളിലാവും നമ്മളൊരു വീടെടുത്ത് മാറുമ്പോൾ തന്നെയാണ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് രണ്ടുപേർ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സമ്മർ ഏകദേശം തീരാറായി, തീർന്നു എന്ന് തന്നെ പറയാം. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ട്, രാത്രി തണുപ്പുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട്. കണ്ടോ, വെയിലിൻ്റെ ഷെയ്ഡ് കണ്ടോ? വെയിലടിക്കുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ ചൂടൊന്നുമില്ല. നല്ല വെയിലാണെങ്കിലും നമുക്ക് തണുക്കും. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ മാക്സിമം അക്കോമഡേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് വരുന്നതെന്നല്ല. ഒരു 5-6 പേരൊക്കെ ഒരുമിച്ചാണെങ്കിൽ വലിയ എക്സ്പെൻസ് വരത്തില്ല. കാരണം ഇവിടുത്തെ പാർട്ട് ടൈം വെച്ചിട്ടൊന്നും നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കുക്ക് വെയർസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടുത്തെ പാത്രങ്ങൾക്ക് നമ്മുടെ നാട്ടിലത്രയും ക്വാളിറ്റി കിട്ടണമെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കണം. ചെറിയ എമൗണ്ടിന് വാങ്ങിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പൊളിഞ്ഞു വരും, വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നെ കോക്കനട്ട് ഓയിലൊന്നും കൊണ്ടുവരാണ്ടിരിക്കണേ വേണം. കാരണം ഇവിടെ ഫ്രീസായി പോകും. പിന്നെ ഇവിടെ വലിയ ഓപ്പൺ ആയിട്ടുള്ള ബോക്സസിൻ്റെ അകത്താണ് ഇവിടെ കോക്കനട്ട് ഓയിൽ വരുന്നത്. സ്പൈസ് കൊണ്ടുവരാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുറേ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഒത്തിരി ഇവിടെ കിട്ടും. ഒത്തിരി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് മലയാളി കടയുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് മാൻസ്ഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മാൻസ്ഫീൽഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 മലയാളി കടയായിട്ടുണ്ട്. അതായത് മലയാളി കടയല്ല, 2 മലയാളി കടയാണ്. എക്സാക്ട്ലി മലയാളീസ് നടത്തുന്ന കടയാണ്. പിന്നെ നമ്മുടെ കേരള ഐറ്റംസ് കിട്ടുന്ന, ഫുള്ളി കേരള ഐറ്റംസ്, മുരിങ്ങയില വരെ കിട്ടുന്ന ഒരു കടയുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ അത് ഓപ്പൺ ചെയ്തിട്ട്. പിന്നെ ഇവിടെ മൺസൂൺ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അത് ഏഷ്യൻ, ആഫ്രിക്കൻ എല്ലാ ഫുഡും കിട്ടും. അപ്പോൾ നാട്ടിലെ തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുകിയ തേങ്ങ ഇവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടും. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണക്കി ഒരുമാതിരി പൊടി പോലെ ഇരിക്കുന്നത് കിട്ടും. പിന്നെ നാട്ടിൽ കിട്ടുന്ന മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ അത് കിട്ടും. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ അത്യാവശ്യം സാധനങ്ങളൊക്കെ മാത്രം കൊണ്ടുവന്നാൽ മതി. കാരണം തുടക്കത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പെൻസ് ഉണ്ടാവും. അല്ലാണ്ട് ഓൾമോസ്റ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഭേദം. കാരണം ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോഴേക്കും ഡ്രസ്സ് എടുത്തോണ്ടാണ് പോകുന്നത്. വേറൊന്നുമില്ല, ഇവിടുത്തെ ഡ്രസ്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടോപ്പിന്, ഈ ഒരു ടീഷർട്ട് നാട്ടിൽ നിന്ന് എടുത്താൽ നമുക്കൊരു 700-800 രൂപയൊക്കെ കിട്ടുമായിരിക്കും. കൂടി പോയാൽ 1500 അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ 15 പൗണ്ടിന് കിട്ടുന്നതൊന്നും വലിയ ഗുണമുള്ള സാധനം ആയിരിക്കത്തില്ല. പിന്നെ അപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ സൈസ് ട്രൂ ഫിറ്റ് ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഇത് സ്വെറ്റർ പോലത്തെ സാധനം ആയതുകൊണ്ട് ഞാൻ ചുമ്മാ തണുപ്പുണ്ടായിരുന്നുകൊണ്ട് എടുത്തിട്ടതാണ്. അപ്പോൾ ഇവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി. സ്റ്റുഡൻസ് ആകുമ്പോൾ മാക്സിമം ഉള്ള സാധനങ്ങൾ കൊണ്ടുവരിക. കാരണം ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാലും പാർട്ട് ടൈം ഇവിടെ അവർലി പേയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ വീക്കിലി ഒരു 20 hours ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 20 hours കൊണ്ട് കിട്ടുന്നത് ഇവിടുത്തെ എക്സ്പെൻസിനൊന്നും തികയത്തില്ല. ഇപ്പോൾ ഇവിടെ 1 കിലോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങൾ, അതായത് കുക്കിംഗ് ഐറ്റംസിൽ ഫുഡ് ഐറ്റംസ് ആയിട്ട് വാങ്ങുന്നത് നമ്മുടെ നാട്ടിലെ ചിക്കൻ, ബീഫ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ചിക്കനാണ് കുറച്ച് റേറ്റ് കുറവ് ഞാൻ നോക്കിയിട്ട്. ബീഫാണെങ്കിൽ 12 പൗണ്ട്, മിക്സഡ് ബീഫാണെങ്കിൽ 9-10 പൗണ്ടൊക്കെ ആവും. മിക്സഡ് ബീഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ബോൺ ഉണ്ടാവും. ബീഫായിട്ട് മാത്രം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പ്രോപ്പർ ഇറച്ചി മാത്രമായിരിക്കും. അപ്പോൾ അതിനൊരു 12 പൗണ്ടൊക്കെ ആവും. പിന്നെ ഫിഷ് ആണെങ്കിലും ചെറിയൊരു പാക്കറ്റിന് 4 പീസുള്ള ചെറിയൊരു പാക്കറ്റിന്, അതായത് ടൂണ ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് കൂടുതലും ടൂണ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫിഷ് സാൽമൺ ആണ്. അപ്പോൾ സാൽമൺ ആണെങ്കിലും ടൂണ ആണെങ്കിലും 10-12 പൗണ്ട് ആകും ചെറിയൊരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ഫിഷിൻ്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 5 കിലോ ഫിഷൊക്കെ ഇവിടെ വാങ്ങുന്നത് 80 പൗണ്ടാണ്. 80 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ 8000 രൂപയാവും. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇവിടുത്തെ ചിക്കനാണ്. പിന്നെ എപ്പോഴും ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പാണ്. പിന്നെ എപ്പോഴും ചിക്കൻ കഴിക്കുന്നത്, നമുക്ക് ഒരു ഫുഡ് തന്നെ എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ. ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾ പിന്നെ വാങ്ങിക്കാറ് മസിൽസ് വാങ്ങിക്കാറുണ്ട്. നമ്മുടെ കക്കയിറച്ചി പോലെ നീണ്ട ഒരു കൈൻഡ് ഓഫ് കക്കയിറച്ചിയാണ്. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, വലിയ റേറ്റ് ഇല്ല. നാട്ടിലൊരു 300-400 രൂപയുള്ളൂ. ഒരു 4 പൗണ്ടൊക്കെ ആകത്തുള്ളൂ.
പിന്നെ ബീഫ് വാങ്ങിക്കും, ചിക്കൻ വാങ്ങിക്കും. എനിക്ക് ചിക്കൻ ഇഷ്ടമുള്ള ഞാൻ കൂടുതൽ ചിക്കനാണ് വാങ്ങിക്കാറ്. അപ്പോൾ റീസെൻ്റ്ലി ആണ് ഞങ്ങൾ ഫിഷ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇവിടുത്തെ ഭയങ്കര സോഫ്റ്റാണ് ഈ സാൽമൺ ഫിഷ്, അപ്പോൾ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ റേറ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ വെണ്ടയ്ക്കയൊക്കെ ഇവിടെ പൗണ്ട് 7 പൗണ്ടാണ് 1 കിലോയ്ക്ക്. ഞാനിങ്ങനെ 700 രൂപയ്ക്ക് വെണ്ടയ്ക്കോ. പക്ഷേ ഇവിടെ കിട്ടുന്നതിൻ്റെ റേറ്റിന് ബുദ്ധിമുട്ടില്ല. എന്നാലും നമുക്കിവിടെ കിട്ടുന്ന സാലറി ഇപ്പോൾ 1.5 ലക്ഷം ആണെങ്കിൽ അതൊന്നും അവിടെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1.5 ലക്ഷം രൂപ സാലറി എങ്കിൽ നമുക്കിവിടെ വീടിന് 1 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ സ്വന്തമായിട്ട് താമസിക്കുന്ന ആൾക്ക് ഒരു 800 പൗണ്ട് തൊട്ടാണ് ഒരു 2 ബെഡ്റൂം റേറ്റ് വരുന്നത് ഇവിടെ. അപ്പോൾ ബെഡ്റൂമിന് 2 ബെഡ്റൂം ആകുമ്പോഴേക്കും ഒരു 800, 1 ബെഡ്റൂം ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 600-650 രൂപയ്ക്ക് ആവും. അപ്പോൾ നാട്ടിൽ ഒരു 65,000 രൂപ നമുക്ക് സിംഗിൾ റൂമുള്ള ഒരു ഫ്ലാറ്റ് എടുത്താൽ പോലും ആവും, പ്ലസ് ഇവിടുത്തെ ബില്ല്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 900 പൗണ്ട് എടുത്ത് ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ മതി സിംഗിൾ റൂമിൻ്റെ. വീടാണെങ്കിൽ 1000-1200 വരെ എത്തും ബില്ലും കൂടെ ചേർത്ത് വരും. അപ്പോൾ നാട്ടിൽ 1,20,000, ബാക്കി 30,000 രൂപയുള്ളൂ ബാലൻസ്. ഇവിടുത്തെ ഫുഡ് എക്സ്പെൻസ് വരുമ്പോഴേക്കും തികയില്ല ഒന്നിനും. അപ്പോൾ നാട്ടിൽ കിട്ടുന്ന 1.5 ലക്ഷം വെച്ചിട്ട് ഇവിടുത്തെ ക്യാഷ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാട്ടിൽ 1.5 ലക്ഷം ആണെങ്കിൽ ഇവിടെ നമുക്ക് 1 പൗണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിൽ 100 രൂപയാണ്. അപ്പോൾ ഒരു ചെറിയ സാധനം വാങ്ങിച്ചാൽ ഇപ്പോൾ 4-5 മുട്ട 6 മുട്ടയുള്ള ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചാലും നമുക്ക് 1.5 പൗണ്ട് ആവും. നാട്ടിലെ 150 രൂപയാണ്. അപ്പോൾ 150 രൂപയ്ക്ക് നമുക്ക് എന്തോരം സാധനം നാട്ടിൽ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടുത്തെ സാലറിയും നാട്ടിലെ എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയാം അത് ഒരിക്കലും മാച്ചപ്പ് ആയിട്ട് പോകത്തില്ല. കാരണം ഇവിടുത്തെ ഒരു എക്സ്പെൻസ് അത്രയും ഉണ്ട്. പിന്നെ നമുക്ക് 2 പേരൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ സാലറി വെച്ചിട്ട് നമുക്ക് ബാക്കി സേവിങ്സും നല്ല പരിപാടികളൊക്കെ ചെയ്യാം. ഒരാളായിട്ട് ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 44 hours 40 hours ഒക്കെ വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ പോയാലും മാക്സിമം വർക്ക് ചെയ്താൽ 2,000 പൗണ്ടൊക്കെ ഒരു ആവറേജ് ജോബ്സിനൊക്കെ. ഇപ്പോൾ നഴ്സിംഗ് ആണെങ്കിലും കെയറിംഗ് ആണെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഫുഡ് ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും. കാറില്ലാത്തവർക്കാണെങ്കിൽ ട്രാവലിംഗ് നല്ലൊരു എക്സ്പെൻസാണ്. വേറെ അല്ല, കാരണം നമ്മളിവിടെ ടാക്സി വിളിച്ച് പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ മിനിമം ഒരു 6 പൗണ്ടൊക്കെ ആകും. നാട്ടിലെ 600 രൂപ. അപ്പോൾ വണ്ടിയില്ലാത്ത ഒരാൾ ഡെയിലി ടാക്സി എടുത്ത് പോയാൽ തന്നെ നല്ലൊരു എമൗണ്ട് ആകും. ചിലർക്ക് ബസ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ നമുക്കിവിടെ ചില ടൈമിങ്ങിൽ നമുക്ക് ബസ് കിട്ടില്ല, ചില റൂട്ട്സിലേക്ക് ബസ്സില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1-2 തവണ അല്ലെങ്കിൽ 5-6 തവണയൊക്കെ ടാക്സി വിളിക്കേണ്ടി വരും. അപ്പോൾ ഈ സമയത്ത് ടാക്സി എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ടാക്സിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാറ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സെറ്റിൽ ആവാനാണ്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് കാറ് ഏറ്റവും എമർജൻസി ആയിട്ടുള്ളൊരു സാധനമാണ് ട്രാവലിങ്ങിന്. അല്ലെങ്കിൽ നമുക്ക് അധികം ട്രാവലിംഗ് ഒന്നും നടക്കില്ല. എപ്പോഴും ഇവിടുത്തെ ബസ് വെയിറ്റ് ചെയ്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ്. പിന്നെ ഇവിടുത്തെ ബസ് കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പ്രായവർക്കാണെങ്കിലും കുഞ്ഞുങ്ങളായിട്ടാണെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ലിയാണ്. എന്നാൽ പോലും നമുക്ക് ബസ്സിൻ്റെ ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനല്ലാണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ടൊന്നും ബസ്സിന് പോകുന്നത് പോസിബിൾ അല്ല. എസ്പെഷ്യലി നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഒരു 6 മണിക്കൊക്കെ പോകേണ്ടി വരും. അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 മണിക്ക് പോകുന്ന സമയത്ത് നമുക്കത് എല്ലാ ദിവസവും 6 മണിക്ക് ചെന്നില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ അന്നത്തെ ഷിഫ്റ്റ് തന്നെ മിസ്സാകും. കാരണം ഇവിടെ 1 hour ഗ്യാപ്പിലേക്കായിരിക്കും ബസ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അതുപോലെ ബസ് അവൈലബിൾ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. എങ്കിൽ കൂടിയും മോർണിംഗ്സ് ബസ് അത്ര അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ബസ്സിൻ്റെ ഒരു ഇഷ്യൂ വരും. പിന്നെ ഇവിടുത്തെ ഒരു ഷിഫ്റ്റ് അനുസരിച്ചിട്ട് മോർണിംഗ് നൈറ്റും ആണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഇവിടെ ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. ചിലപ്പോൾ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 12 മണി 11 മണിക്കൊക്കെ തരും. അപ്പോൾ അങ്ങനത്തെ ഷിഫ്റ്റിന് അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഓവർനൈറ്റ് തീരുന്ന ഷിഫ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ് ട്രാവലിംഗ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ടാക്സി എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വെളുപ്പിനൊക്കെ ടാക്സി ബുക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും കിട്ടാറില്ല. അതുപോലെ തന്നെ രാത്രിത്തെ കേസും. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിൽ ആവാനാണ് അല്ലെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കമ്പൽസറി നമുക്കിവിടെ കാറ് വേണം. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടങ്ങൾ, അതിന് ഇൻ്റർഫിയർ ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇവിടെ ആരുമില്ല. അതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല എന്ന് പറയുമ്പോൾ എത്രയൊക്കെ നമ്മൾ ഡെവലപ്ഡ് ആണ്, നമ്മൾ വളർന്നു എന്ന് പറഞ്ഞാലും ഗേൾസിന് ഓൾവേസ് എ റെസ്ട്രിക്ഷൻ. നമുക്ക് എപ്പോഴും പെൺകുട്ടികൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് വെച്ചിട്ട് ഇവിടെ അങ്ങനെയൊരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റിയോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇവിടെ പാർട്ടിക്കാണെങ്കിലും പബ്ബിലാണെങ്കിലും ഔട്ട്സൈഡ് എന്താ പറയുക, ഇവിടെ മാർക്കറ്റിലാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ കൾച്ചറലി ഇവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു വലിയ ആൾക്കാരാണെങ്കിലും ചെറിയ പിള്ളേരാണെങ്കിലും ഇവർ സ്മോക്കിങ് നടക്കുന്നത് കാണാം. ഇവർ വഴിയിലിരുന്ന്
ഇവർ കുടിക്കും. അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് പിന്നെ ഇവർക്ക് ഫാമിലി ഇമോഷൻസും അറ്റാച്ച്മെൻറ്റ്സും ഒന്നുമില്ല. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസും വാല്യൂസും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൾച്ചറിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. എങ്കിൽ കൂടി ഇവർക്ക് വേണ്ടി ജീവിക്കുന്നു, ഇവരുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുന്നു, ഇവരങ്ങ് കടന്നു പോകുന്നു. അല്ലാണ്ട് നമ്മുടെ പാരൻസിനെയൊക്കെ പോലെ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സേവ് ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടും അറിയാതെ അവരുടെ മക്കൾ വളരുന്നു, അവർ ആ സേവ് ചെയ്ത പൈസ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് യൂസ് ചെയ്യുന്നു. ഒരു ലെവൽ വരെയൊക്കെ അവർ പാരൻസ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ലൈഫ് ലോങ് പോവുക, അല്ലെങ്കിൽ പാരൻസ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എല്ലാ ചിലവും ഒക്കെ നോക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു 16 വയസ്സ് കഴിയുമ്പോൾ 16 വയസ്സ് തൊട്ടാണ് ഇവിടെ ഒഫീഷ്യലി ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏജ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ പേഴ്സണലി അവരുടെ ചിലവ് അവർ വർക്ക് ചെയ്താണ് കണ്ടെത്തുന്നത്. ഞാനിവിടെ ആദ്യം വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് ഒരു ചെറിയ പയ്യാണ്, തീരെ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഏജ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 16 വയസ്സാണ്. ഇംഗ്ലീഷുകാരൻ കൊച്ചാണ്. അപ്പോൾ 16 വയസ്സിൽ തന്നെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഇവർ സ്വന്തം വീട്ടിൽ താമസിക്കണമെങ്കിൽ പോലും ഇവർ റെന്റ് കൊടുക്കണം. സോ അവരുടേതായ ഇൻഡിപെൻഡന്റ് ലൈഫാണ്. പക്ഷെ പിന്നെ നമുക്കിവിടെ കെയർ ഹോംസ് ഒത്തിരി ഉണ്ട്. ഞാൻ നോക്കിയിട്ട് അവരുടെ ഒരു റെസ്റ്റ് ഓഫ് ലൈഫ് ജീവിച്ചെടുക്കാൻ കെയർ ഹോം ചൂസ് ചെയ്യുന്നു. അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു വരുന്ന ജനറേഷനോ ഒരു ബാധ്യതയാവാത്തൊരു സെറ്റപ്പ്. കുറേയൊക്കെ എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ എത്രത്തോളം പോസിബിൾ ആകുമെന്ന്. എങ്കിലും കെയർ ഹോമിൻ്റെ അപ്പിയറൻസ് കുറച്ചൊരു നല്ല ഐഡിയ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പരസ്പരം ബാധ്യതയാവാത്ത ഒരു ജീവിതശൈലി. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ യങ് ടൈമിൽ തന്നെ ഗവൺമെൻറ്റിലേക്കും കെയർ ഹോംസിലേക്കൊക്കെ ആയിട്ട് ഒരു എമൗണ്ട് സേവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഓർഫണേജസ്, അനാഥാലയങ്ങൾ, ലൈക്ക് ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് അതിലും ബെറ്ററാണ് കെയർ ഹോംസ്. കാരണം അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കെയറും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. കാരണം ഫ്രീ ആയിട്ടല്ല, അവർ നല്ലൊരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഒരു കെയർ ഹോം സെറ്റപ്പ് കുറച്ചും കൂടെ ബെറ്ററാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അമ്പലനടയിലും വഴിയരികിലും ആരും കാണാത്ത സ്ഥലങ്ങളിൽ പാരൻസ് ഉപേക്ഷിക്കുന്ന ഒരു ജനറേഷൻ അതില്ലാണ്ടാവും. അപ്പോൾ പിന്നെ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ദേ നെവർ ട്രസ്റ്റ് ഇൻ ഗോഡ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ദൈവം എന്നൊരു കോൺസെപ്റ്റിനോട് അവർക്ക് നല്ല എതിർപ്പാണ്. അത് മാത്രമല്ല, നമ്മളിവിടുത്തെ ആൾക്കാരോട് നമുക്ക് ഗോഡ് ബ്ലെസ് യു എന്ന് പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഹനിക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഒരാൾ പറഞ്ഞിട്ടൊരു അറിവാണ്, ഒരു റിയൽ സംഭവമാണ്. ഇവിടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരു റെസിഡൻറ്റ്, ഇവിടെ പേഷ്യൻ്റ് എന്ന വേർഡ് അവർ യൂസ് ചെയ്യാറില്ല. കെയർ ഹോമിൽ താമസിക്കുന്ന ഒരാളോട്, റെസിഡൻറ്റിനോട് ഇവിടുത്തെ ഒരു നേഴ്സോ കെയററോ സംതിങ് ആരോ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നിങ്ങൾ വേഗം സുഖമാകട്ടെ. പക്ഷെ അവർക്കത് തോന്നിയത് അവരെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടാണ്. സോ അവർ കംപ്ലൈൻറ്റ് ചെയ്തു. നേഴ്സിൻ്റെ പിന്നെ ക്യാൻസലായി. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവിടുത്തെ ആൾക്കാർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് കടന്നു കയറുന്നതിനെ ഒട്ടും താല്പര്യമില്ല. അവരതിനോട് പ്രതികരിക്കും. ഇവിടുത്തെ നിയമം അവരുടെ പേഴ്സണൽ ലൈഫിന് പരിരക്ഷ നൽകുന്നുണ്ട്. സോ ദൈവം എന്നൊരു കോൺസെപ്റ്റിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആർക്കും ശല്യമാകാത്തൊരു ജീവിതം ഇവിടെ ഉണ്ടെങ്കിൽ കൂടി പബ്ലിക് നോയ്സൻസ് നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാ രാജ്യത്തും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ തന്നെ ഇവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫോറിനേഴ്സാണ്, ഔട്ട്സൈഡേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ചിലയിടങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു റിജക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പെരുമാറ്റത്തിലില്ലെങ്കിൽ പോലും നമുക്കത് മനസ്സിലാവും, കാരണം നമ്മൾ ഔട്ട്സൈഡേഴ്സ് ആണെന്നുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് വലിയ ഇൻവോൾവ്മെൻറ്റിനോ പ്രശ്നങ്ങൾക്കോ ഒന്നും പോവാണ്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കി പേഴ്സണൽ ലൈഫ് മാനേജ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു കൺട്രിയാണ്. പക്ഷെ ഇവിടുത്തെ എക്സ്പെൻസ് കൂടുതലാണ്. നമുക്ക് വലിയ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഫാമിലി ആയിട്ടാണ് 2-3 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലൈഫ് ഹാപ്പിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ മാത്രമാണ് വലിയ അടിപൊളിയാണെന്ന് പറയാൻ പറ്റാത്തത്. പിന്നെ അതിനൊരു വേറൊരു സൈഡും കൂടി ഉണ്ട്. ഇവിടെ മെഡിക്കൽ ഫീൽഡ് ബിസിനസ് അല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തൊട്ടതിനും പിടിച്ചതിനും മരുന്നും ട്രീറ്റ്മെൻറ്റും പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഒരു 70% അസുഖങ്ങളും നാച്ചുറലി ട്രീറ്റഡായി പോവുകയാണ്. ഒട്ടും പറ്റാത്തൊരു കണ്ടീഷനാണ്. കുറേ ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്നു. നമ്മുടെ സിംറ്റംസൊക്കെ നോക്കിയിട്ടാണ് ഇവർ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നത്. അപ്പോൾ ഒരു കണക്കിന് അത് നല്ലതാണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മുടെ ബോഡിയിലേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസോ മെഡിസിനോ ഒന്നും എത്തുന്നില്ല. ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എമർജൻസി വരുമ്പോൾ നമുക്കത് നല്ല ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ ലൈഫിൽ ഓൾമോസ്റ്റ് ഹാപ്പിയാണ്. എങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ മിസ് ചെയ്യാറുണ്ട്.
എനിവേ എന്തായാലും നമ്മളിവിടെ എത്തി, ഹാപ്പി ആയിട്ട് പോവുക, അത്രയൊക്കെ നടക്കുന്നുള്ളൂ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നീട് വീഡിയോയിൽ കാണാം. ബൈ ബൈ.